നാത്തൂൻ സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നാത്തൂൻ സ്പെഷ്യൽ നോക്കാം. ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. ഞാനിവിടെ ചിക്കൻ 6 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഏകദേശം 900 ഗ്രാമോളം ഉണ്ട്. ആദ്യമേ തന്നെ ഈ ചിക്കൻ അല്പം നാരങ്ങ നീരും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എല്ലുള്ള ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവും. അതിനുശേഷം ഒരു അരമണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, ചില്ലി പൗഡർ എരിവുള്ളത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1/2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക്, പിന്നെ നമ്മുടെ പച്ചമുളക് കറി ലീവ്സ് എല്ലാം കൂടി പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂൺ, കട്ടിയുള്ള തൈര് 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലോറും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും, ആവശ്യത്തിന് ഉപ്പും. ഇനി പൊടികളെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ, കാരണം ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ മിക്സ് കുറച്ചുകൂടെ ലൂസായിക്കോളും. അതിനുശേഷം തൈര് ചേർക്കുക. വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഉപ്പ് നോക്കണേ, രുചിക്കനുസരിച്ച് ഉപ്പിന് മാറ്റം വരുത്തണം. ഇനി ചിക്കൻ കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ചിക്കൻ്റെ എല്ലാ വശത്തും ഈ കൂട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ, എങ്കിലേ ആ കൂട്ടൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങത്തുള്ളൂ, എരിവൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ ഓരോ പീസ് എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലാ ചിക്കനും നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഒരു 12 മണിക്കൂറെങ്കിലും ഇരിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അഥവാ നിങ്ങൾക്ക് അത്രയും നേരം വെക്കാൻ ടൈമില്ല എങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കണേ. ഞാനിത് 12 മണിക്കൂർ കഴിഞ്ഞെടുത്തതാണേ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വറുക്കാൻ തുടങ്ങാം. പാൻ അടുപ്പത്ത് വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ചിക്കൻ ഡിപ്പ് ചെയ്ത് കിടക്കാൻ പാകത്തിന് എണ്ണ എടുക്കണം. ഇനി ചിക്കൻ ഓരോന്നായി വറുത്തെടുക്കാം. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടണേ, എങ്കിൽ 2 വശവും ഒരുപോലെ വേവുള്ളൂ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി പിന്നീട് കാണാം. ബൈ.